ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൈ ഡിയർ ട്രേഡേഴ്സ്, യെറ്റ് അനദർ ഫ്രഷ് ഹൈ ഹിറ്റ് ഫ്രം നിഫ്റ്റി ആൻഡ് സെൻസെക്സ്. യെസ്, നിങ്ങൾക്കറിയാം ഗ്ലോബൽ ക്യൂസ് എല്ലാം വെരി പോസിറ്റീവായിരുന്നു. അതിൻ്റെ ഒരു മെയിൻ കാരണം ഡെഫിനറ്റ്ലി കൊറോണ വൈറസ് വാക്സിൻ്റെ ഒരു റോൾ ഔട്ട് UK-ൽ. ആൻഡ് ഇൻവെസ്റ്റേഴ്സ് വെർ ട്രാക്കിംഗ് US സ്റ്റിമുലസ് പാക്കേജ്. അതും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ഓൾ ഗ്ലോബൽ മാർക്കറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ആൻഡ് നമ്മളുടെ മാർക്കറ്റ് അത് ഏറ്റുപിടിക്കുകയും ആൻഡ് ടുഡേ ഇറ്റ്സ് ഗിവൺ അസ് എ ഫാൻറ്റാസ്റ്റിക് റാലി. ഒരു എന്താ പറയുക, വാൾ ഓഫ് വറീസ് ഉണ്ടായിരുന്നു, 13,500 ആയിരുന്നു. അത് ഈസിലി ക്ലൈംബ്ഡ് ആൻഡ് ക്രോസ്ഡ്. ഓക്കെ, നിഫ്റ്റി സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ അത് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം സമയം ബുദ്ധിമുട്ടിക്കാണ്ട് നിഫ്റ്റി ഡൺ ഹിസ് ജോബ് വെരി വെൽ ആൻഡ് നെവർ ലുക്കിംഗ് ബാക്ക്. ഫ്രണ്ട്സ്, ടെക്നിക്കൽ വ്യൂസിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു റിമൈൻഡർ ആൻഡ് റിക്വസ്റ്റ് ഉള്ളത് ആസ് യൂഷ്വൽ. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. റിക്വസ്റ്റാണ്, തള്ളിക്കളയരുത്. പ്ലീസ്. താങ്ക് യു. ലെറ്റ് സ്റ്റാർട്ട്. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 13,529 136 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 46,103 494 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 30,709 447 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. എല്ലാവരും നല്ലൊരു പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ചില ദിവസം മാർക്കറ്റ് അങ്ങനെയാണ്, എന്താ ചെയ്യുക. നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 13,392 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് വന്നിട്ടുള്ളത് 13,458. ഇന്നലെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹ്യൂജ് റെസിസ്റ്റൻസ് ലെവൽ 13,440 ആയിരുന്നു എന്ന്. ആൻഡ് ഇന്നത്തെ ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട് തകർത്ത് കളഞ്ഞു നിഫ്റ്റി. ഓക്കെ, പിന്നെ നെവർ ലുക്കിംഗ് ബാക്ക്. ആൻഡ് ഡേ ഹൈ വെൻറ്റ് 13,548. ഡേ ലോ വാസ് 13,449 ആൻഡ് 136 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 13,529 നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് ത്രൂ ഔട്ട് ദ ഡേ നിഫ്റ്റി ആ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് മോഡ് തന്നെയായിരുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഗിവൺ വെരി വെൽ ലിക്വിഡിറ്റി. ആൻഡ് കീ ലെവൽ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് സ്റ്റിൽ എക്സിസ്റ്റ് 13,440 ആൻഡ് സെക്കൻഡ് ഈസ് 13,400. അതേസമയം റെസിസ്റ്റൻസ് കാണിക്കുന്നത് 13,540 സെക്കൻഡ് ഈസ് 13,610. ദാറ്റ്സ് ഓൾ ഫോർ നിഫ്റ്റി. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ക്ലൈംഡ് ഓൾമോസ്റ്റ് 448 പോയിൻറ്റ്സ് ടുഡേ ആൻഡ് 30,709 സെറ്റിൽ ആവുകയായിരുന്നു. ആൻഡ് ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ കാണിക്കുന്നത് 30,420 ആൻഡ് സെക്കൻഡ് ഈസ് 30,130. അതേസമയം റെസിസ്റ്റൻസ് 30,900 ആൻഡ് സെക്കൻഡ് ഈസ് 31,090. നെക്സ്റ്റ് ഓപ്ഷൻ ചെയിനിൽ കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് 13,000 ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,500 ആൻഡ് തേർഡ് ഈസ് 14,000 സ്ട്രൈക്കിലാണ്. അതേസമയം കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചുള്ളത് 13,800 സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,900 അൺവൈൻഡിങ് നടന്നിട്ടുള്ളത് 13,300 സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,500. നെക്സ്റ്റ് ഈസ് പുട്ടിൻ്റെ ഒരു OA നോക്കുകയാണെങ്കിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ കഴിയുന്ന 13,000 സ്ട്രൈക്ക് ലെവൽ തന്നെയാണ് ആൻഡ് ഫോളോഡ് ബൈ 13,200 ആൻഡ് തേർഡ് ഹയസ്റ്റ് ഈസ് 13,300 ആൻഡ് പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 13,500 ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,400. ദർ ഇസ് നോ മേജർ പുട്ട് അൺവൈൻഡിങ് ഡിസംബർ സീരീസിൽ കാണാൻ കഴിയുന്നില്ല. ആൻഡ് തിയറി ഓഫ് മാക്സ് പെയിൻ അറ്റ് 13,000. ഫ്രണ്ട്സ്, എവറെഡി ഇൻഡസ്ട്രീസിൽ നിന്നൊരു ന്യൂസ് ഉള്ളത് ദ കമ്പനി ഹാസ് ഡിനൈഡ് റിപ്പോർട്ട്സ് ഓഫ് ഡാബർ പ്രൊമോട്ടേഴ്സ് ബൈയിങ് എ കൺട്രോളിങ് സ്റ്റേക്ക് ഇൻ ഇറ്റ്. ഓക്കെ, അങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു, അത് അവർ ഡിനൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ന്യൂസ് നോക്കുകയാണെങ്കിൽ TCSൻ്റെ ഭാഗത്തു നിന്ന് കമ്പനീൻ്റെ ബൈബാക്ക്, ഷെയറിൻ്റെ ബൈബാക്ക് December 18th ഓക്കെ ക്ലോസിങ്, ബൈബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് January 1st ക്ലോസിങ്. സോ താല്പര്യമുള്ളവർക്ക് നോക്കാം. ആൻഡ് ഫ്രണ്ട്സ്, PNB പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ F&O ബാൻ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ലിമിറ്റ് എക്സീഡായി, അതുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഓൺലി F&O.
95% താഴെ വരുമ്പോൾ അത് വീണ്ടും ഓപ്പൺ ആവും. ആൻഡ് FIs ആൻഡ് DISൻ്റെ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് FIസിൻ്റെ ഭാഗത്ത് നിന്ന് 3564 CRൻ്റെ ഒരു ബൈങ് ആണ് നടന്നിട്ടുള്ളത്. അതേസമയം DISൻ്റെ ഭാഗത്ത് നിന്ന് 2493 CRൻ്റെ സെൽ ഓഫും. ഫ്രണ്ട്സ്, നാളത്തേക്ക് ഞാൻ ട്രേഡ് എടുക്കാൻ പോകുന്ന കുറച്ച് സ്റ്റോക്സ്. ഓക്കെ, ദർ ഇസ് നോ ടാർഗറ്റ് ഓർ ട്രിഗർ. സോ പ്ലീസ്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഇന്നത്തെ ഒരു ഗ്യാപ്പ് അപ്പ് കണ്ടോ. സോ അവിടെ ഞാനൊരു ടാർഗറ്റ് ഓർ ട്രിഗർ തരുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ഒരു ഐഡിയ പോലെ സെറ്റ് ചെയ്യാം. ലെറ്റ്സ് സീ. ഫസ്റ്റ് വൺ ഈസ് BEL, BEL. ഓക്കെ, PVR, Cummins Inc, Torrent Power, Godrej Property, Tata Power, Tata Chemical, Bank of Baroda, UBL, Infratel, LT, TCS, ICIC and Reliance, our big boy. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോക്സ് എല്ലാം നാളത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് വി കനോട്ട് പ്രെഡിക്റ്റ് റൈറ്റ് നൗ. ഓക്കെ, ഇനിയിപ്പോൾ നാളെ ഒരു മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആവാം, ഓക്കെ, ഗ്യാപ്പ് അപ്പ് ആവാം. സോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, ഇതെല്ലാം നിങ്ങൾക്ക് ഷോർട്ടും ചെയ്യാവുന്നതാണ്. മാർക്കറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വ്യൂ അനുസരിച്ചിട്ട് നിങ്ങളത് ഷോർട്ട് ഓർ ബൈ. ഓക്കെ, ദാറ്റ് ഈസ് അപ് ടു യു. ജസ്റ്റ് ലിവിങ്, ബിക്കോസ് നാളെ എക്സ്പയർ ചെയ്യാം. Okay, so beginners, I think you people should step back and sit in the gallery. അതല്ല നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ സിംഗിൾ സ്റ്റോക്സ് ബൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാവുന്നതാണ്. ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള മാർക്കറ്റിലൂടെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അത് എപ്പോഴും നല്ലത് തന്നെയാണ്. പേപ്പർ ട്രേഡിങ്ങിനോട് ഐ ഡോണ്ട് ലൈക്ക് പേപ്പർ ട്രേഡിങ്. ഓക്കെ, അതൊരു 1, 2, 4 ദിവസം ചെയ്യാം. പലരും മാസങ്ങളോളം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദർ ഇസ് നോ പോയിന്റ് ഇഫ് യു ഹാവ് ക്യാപിറ്റൽ. ആരും മാർക്കറ്റിലേക്ക് വരുന്ന പൈസ ലോസ് ചെയ്യാനല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് നാളത്തെ മാർക്കറ്റിലൊക്കെ ഇറങ്ങിയിട്ട് ഓക്കെ യു ക്യാൻ ഗെയിൻ പ്രോഫിറ്റ് ഡെഫിനറ്റ്ലി. ദിസ് ഈസ് ഓൾ അബൌട്ട് റിസ്ക് ആൻഡ് റിവാർഡ്. ഓക്കെ, ഇഫ് യു ഡിഡ് നോട്ട് റിസ്ക് യു വോണ്ട് ഗെറ്റ് റിവാർഡ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ആൻഡ് റിമെമ്പർ ഓൾവേസ്, അത് വിചാരിച്ചിട്ട് ഹൈ റിസ്ക് പാടില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒരു വെരി പേഴ്സണൽ ഒപ്പീനിയൻ ഓർ അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ 1.2 അതായിരിക്കണം. 1 ഈസ് റിസ്ക്, 2 ഈസ് പ്രോഫിറ്റ്. ഓക്കെ, ഓർ റിവാർഡ്. അതിൽ കൂടുതലാവാം ഒരു പക്ഷേ. ഇന്നത്തെ മാർക്കറ്റുകളിലൊക്കെ ഇന്നത്തെ മാർക്കറ്റിലൊക്കെ 1.4, 1.5 ഒക്കെ നമുക്ക് ഓർ 2.5 ഒക്കെ വയ്ക്കാം. പക്ഷേ ദാറ്റ് ഈസ് ഓൾവേസ് യു വോണ്ട് ഗെറ്റ് എ ചാൻസ്. ഇതെല്ലാം വൺസ് ഇൻ എ ബ്ലൂ മൂണാണ് ശരിക്കും പറയുന്നത്. സോ ബി കെയർഫുൾ. ഓക്കെ, 1.2 ഇസ് ഓൾവേസ് ബെസ്റ്റ് റിസ്ക് ആൻഡ് റിവാർഡ് റേഷ്യോ. അതാണ് ഏതൊരു നല്ലൊരു ട്രേഡേഴ്സും ചെയ്യുള്ളൂ. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നല്ലൊരു എക്സ്പേർട്ടായാലും ശരി, എത്ര കൊലകൊമ്പനായാലും ശരി, ഒരു നല്ലൊരു ട്രേഡർ ഒരു 10 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ സക്സസ് ആവുന്ന ഓൺലി 6 or 7. ഓക്കെ, ബാക്കി 3 or 4 അവർ ലോസ് ആയിരിക്കും അവർ. പക്ഷേ ലോസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവർ ലോസ് ആവില്ല. എന്താ വെച്ചാൽ അത് അവർ കവർ ചെയ്യും. അവരുടെ പ്രോഫിറ്റിലായിരിക്കും അവരുടെ ലോസ്. സോ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് ഹൗ ടു കം ഔട്ട്, ഗെറ്റ് ഔട്ട് ഫ്രം ദ മാർക്കറ്റ് വിത്തൗട്ട് ലോസ്. ഓക്കെ, ആദ്യം പഠിക്കേണ്ടത് അതാണ്. എന്നിട്ട് പിന്നെ പ്രോഫിറ്റിലേക്ക് പോകും. സോ ദാറ്റ്സ് വൈ ഐ സെഡ് 1.2 ആ ഒരു റേഷ്യോ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. 2 എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക ടെംപ്റ്റിംഗ് ആണ്. മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഭയങ്കര ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. സോ ആ ടെംപ്റ്റേഷനെ നമ്മൾ അതിനെ നമ്മൾ ആ ഗ്രീഡിനെ നമ്മൾ കവർ ചെയ്യണം എപ്പോഴും. അതർവൈസ് യു ആർ നോട്ട് ഗോയിങ് ടു സക്സസ്. സോ ബിഗിനേഴ്സ്, കെയർഫുൾ. നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആവോ, വീഴോ? ഓക്കെ, ഓഫ്കോഴ്സ് ഒരു ക്രാഷ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അറ്റ് പ്രസൻറ്റ്. ഓക്കെ, ഒരു കറക്ഷൻ ഉണ്ടാവാം. ഇറ്റ് ക്യാൻ ബി മേജർ കറക്ഷൻ. ബട്ട് ക്രാഷിലേക്ക് എത്താൻ അത്രമാത്രം ഒട്ടും ന്യൂസുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഓഫ് കോഴ്സ് ഇവിടുന്ന് ഫാമേഴ്സിൻ്റെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അത്
ഐ തിങ്ക് ഗവൺമെൻറ് വിൽ ടാക്കിൾ ഇറ്റ് വെരി എന്താ പറയുക നല്ലൊരു രീതിയിലൂടെ അത് സെറ്റിൽ ചെയ്യുന്ന തന്നെയാണ് വിചാരിക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്, ലെറ്റ് ഹോപ്പ് ഫോർ. ആൻഡ് കൊറോണ വാക്സിൻ്റെ ഒരു ന്യൂസും കൂടി ഉണ്ട്. അതെന്നപ്പോൾ കൊറോണ വാക്സിൻ അപ്രൂവലിന് വേണ്ടിയിട്ട് ഫൈസർ ഗവൺമെൻറ്റിനെ സമീപിച്ചപ്പോൾ അവരെ ഡിനേ ചെയ്തു എന്നാണ് ഇന്നത്തെ ന്യൂസുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. അതൊരു നോർമൽ പ്രൊസീജിയേഴ്സ് ആയിട്ടാണ് അവർ പറയുന്നത്. അല്ലാണ്ട് എപ്പോഴും പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് ഓടിച്ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ്റും ഐ ഡോണ്ട് തിങ്ക് സോ ദേ വിൽ അപ്രൂവ് ബ്ലൈൻഡ്ലി. ഓക്കെ, സോ അതൊരു നോർമൽ പ്രൊസീജിയർ ആവാനാണ് സാധ്യത. പക്ഷേ അതിൻ്റെ എഫക്റ്റ് നാളെ മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്. ആൻഡ് യു നോ, മാർക്കറ്റ് ബേസ്ഡ് ഓൺ ഓൺലി ന്യൂസ്. ഓക്കെ, അത് പൊട്ടയായാലും ശരി നല്ലതായാലും ശരി, മാർക്കറ്റ് ന്യൂസുമ്മലാണ് റൺ ചെയ്യുന്നത് ഒരു പരിധി വരെ. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് നമ്മൾ ഓവർബോട്ട് ഏരിയയിലാണ് കിടക്കുന്നത്, റെഡ് ബബിൾ സോണിൽ. നമുക്ക് പറയാൻ പറ്റില്ല എന്താ സംഭവിക്കുകയെന്ന്. ചിലപ്പോൾ ചെറിയൊരു വിൻഡ് മതി, മാർക്കറ്റ് ക്യാൻ യുനോ ഗോ ടു ഒരു മേജർ കറക്ഷനിലേക്ക് പോകാം. ഓക്കെ, സോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് നാളെ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ആൻഡ് this is all my personal views, guys. Okay, I can be wrong, I have all rights to be wrong. So don't follow it blindly. Please consult a financial advisor before you enter the market or trade. That is always better for you. And please don't forget to subscribe my channel, hit the like button, share it. Money endayilum edicholo. Happy trading, take care, good night guys.